സ്ട്രെസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാവോ തനിക്ക് സ്ട്രെസ് ഉണ്ടെന്ന്? ഇല്ല, മനസ്സിലാവില്ല, എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പൊ ഒരു സാധാരണക്കാരന് എങ്ങനെ മനസ്സിലാക്കുക എന്താണ് അതിന്റെ ഒരു ലക്ഷണങ്ങൾ? അല്ലെങ്കിൽ ഒരു പാർട്ട്ണർക്ക് ഇപ്പൊ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ചിലപ്പോൾ തന്നെ മനസ്സിലായെന്ന് വരില്ല, പക്ഷെ ഒരു പാർട്ട്ണർക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതെങ്ങനെ ചെയ്യാൻ പറ്റും ഡോക്ടർ? അതാണ് ഏറ്റവും വലിയ തമാശ. നമ്മളുടെ മെഡിക്കലി ഒരു ആശുപത്രിയിൽ വരുന്നതിൽ ഒരു 80% പ്രശ്നങ്ങളും സ്ട്രെസ്സും കൊണ്ടാണ്. ലൈക്ക് തലവേദന, കഴുത്ത് വേദന, വയറുവേദന, വയറിളക്കം, അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ, ഇവിടെ ഇങ്ങനെ എരിച്ചിൽ വരുന്നത്, ആസ്മ വരുന്നത്, എക്സീമ വരുന്നത്, നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജലദോഷം വരുന്നത്. നിങ്ങൾ സ്ട്രെസ് അടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കോൾഡ് വരുന്നത്. യു ആർ സ്ട്രെസ്ഡ് ഔട്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയോട് നിങ്ങൾക്ക് വരില്ല. അപ്പം ആശുപത്രിയിൽ വരുന്ന മിക്ക കേസുകളും നിങ്ങൾ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടാണ്. സോ ഇഫ് യു ആർ നോട്ട് വെൽ, ദാറ്റ് മീൻസ് യു ആർ സ്ട്രെസ്ഡ് ഔട്ട് ഓർ ബേൺഡ് ഔട്ട്. പിന്നെ മറ്റ് ഈ ഡിപ്രഷൻ സ്കോറിൽ നോക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ കുറേ സ്കോർ സാധനങ്ങളുണ്ട്, അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ജനറലി അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ യു ആർ സ്ട്രെസ്ഡ് ഔട്ട്. ആദ്യത്തേത് ചിലവർക്ക് ഇത് കൂടി കൂടി പാൽപിറ്റേഷൻ, ഹാർട്ട് ബീറ്റ് സ്പീഡിലടിക്കാം, അല്ലെങ്കിൽ ഉറക്കമില്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ സെക്സിൽ താല്പര്യം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിനോട് ഒരു നിരാശ തോന്നുക, ജോലി മാറണം തോന്നുക, പാർട്ട്ണറുടെ ഇഷ്ടം തോന്നാതിരിക്കുക, അല്ലെങ്കിൽ മനസ്സിലായില്ലേ, ഒരുപാട് സിംറ്റംസ് ഉണ്ട്. സൊമാറ്റിക് സിംറ്റംസ് എന്ന് പറയും നമ്മൾ. മിക്ക അസുഖങ്ങളും സ്ട്രെസ്സിൻ്റെ മാനിഫെസ്റ്റേഷനാണ്.